നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ പല ടീമുകളും ഒഴിവാക്കേണ്ട താരങ്ങളുടെയും നിലനിർത്തേണ്ട താരങ്ങളുടെയും സാധ്യതാ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആരാധകർ പ്രതീക്ഷിക്കാത്ത ചില വമ്പൻ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടാകും എന്നാണ് സൂചനകൾ വരുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാന്റെ നായകനായി തുടരും എന്നാണ്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടുമെന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ജോസ് ബട്ട്ലറെ പുതിയ നായകനായി രാജസ്ഥാൻ റോയൽസ് നിയമിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കുമാർ സംഗക്കാര രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇതോടെ സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികളിലേക്ക് രാജസ്ഥാൻ കടന്നിരിക്കുകയാണ് എന്നാണ് വിവരം. സഞ്ജു സാംസണെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് കുമാർ സംഗക്കാരയായിരുന്നു. സഞ്ജുവിനെ തന്നെ ക്യാപ്റ്റനായി തുടരണമെന്ന് വാദിച്ചതും സംഗക്കാരയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘക്കാര ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും മാനേജ്മെന്റിന് മാറി ചിന്തിക്കേണ്ടതായി വരും. പുതിയ പരിശീലകൻ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഇതിനുവേണ്ടി വെറുതെ സമയം കളയണ്ട എന്നായിരിക്കും സഞ്ജു സാംസൺ ഒരു പക്ഷേ തീരുമാനിക്കുന്നത്. സഞ്ജു സാംസൺ നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്തായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ 2 മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാതെ പുറത്തായതോടെ സഞ്ജു ടീമിന് പുറത്തായ അവസ്ഥയിലാണ്. ഇതും സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കാരണമായേക്കും എന്നാണ് സൂചന. ഇനി മറ്റൊരു പ്രധാന കാരണം എന്ന് പറയാനുള്ളത് അടുത്ത സീസണിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ്. ട്രെന്റ് ബോൾട്ട് അടക്കം നിരവധി പ്രമുഖർ പുറത്തായേക്കും. ജോസ് ബട്ട്ലർ, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ്, യശസ്വി ജയ്സ്വാൾ എന്നിവരെയാകും രാജസ്ഥാൻ റോയൽസ് നിലനിർത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ പുതിയ ശക്തമായ ഒരു ടീമിനെ രാജസ്ഥാനിനെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിന് സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് സംശയം. സഞ്ജു പ്രതിഭാശാലിയായ നായകൻ തന്നെയാണ്. എന്നാൽ മികച്ചൊരു ടീമിനെ വാർത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ സഞ്ജുവിന് അനുഭവ സമ്പത്തില്ല. മാത്രമല്ല ടീമിന് പുറത്തുകൂടി ആയതോടുകൂടി രാജസ്ഥാന് ഈ സഞ്ജുവിൽ മേലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതായുള്ള വാർത്തകളും വരുന്നുണ്ട്. ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ടിനെ T20 ലോകകപ്പ് ചൂടിച്ച നായകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ടീമിനെ ലഭിച്ചാൽ മികച്ച പ്രകടനത്തിലേക്ക് ആ ടീമിനെ എത്തിക്കാനുള്ള കഴിവ് ബട്ട്ലർക്കുണ്ട്. എന്നാൽ ഈ മികവ് സഞ്ജുവിന് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബട്ട്ലർക്ക് കീഴിൽ പുതിയൊരു മുഖത്തിലേക്ക് എത്താനാണ് രാജസ്ഥാൻ ശ്രമിക്കുക. സമീപകാലത്തെ രാജസ്ഥാന്റെ പ്രകടനങ്ങൾ അത്ര മോശമല്ല. എന്നാൽ കപ്പിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അവിടെ വിലങ്ങുതടിയായ കാരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് മാനേജ്മെന്റിനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ടീമിന്റെ മാറ്റങ്ങളും. എന്നാൽ സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാജസ്ഥാന്റെ ആരാധക പിന്തുണയിൽ അത് കാര്യമായ കുറവുണ്ടാക്കുമെന്നതാണ് മറ്റൊരു സത്യം. അവസാന സീസണിൽ രാജസ്ഥാനായി ബാറ്റിംഗിൽ കസറാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. 500-ലധികം റൺസാണ് സഞ്ജു നേടിയത്. ഇതാണ് ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിലടക്കം സഞ്ജുവിന് വിളി നേടിക്കൊടുത്തത്. രാജസ്ഥാനൊപ്പം സഞ്ജുവിന്റെ പ്രകടന കണക്കുകളെല്ലാം തന്നെ മികച്ചതാണ്. രാജസ്ഥാനായി കളിച്ച് കപ്പ് നേടാനാണ് ആഗ്രഹമെന്ന് സഞ്ജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ബട്ട്ലറെ നായക സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ സഞ്ജു ടീം വിടാൻ നിർബന്ധിതനാകും. സഞ്ജു സാംസൺ ഇനി എങ്ങോട്ട് എന്നതാണ് ചോദ്യം. സഞ്ജുവിന് നേരത്തെ വലിയ ഓഫർ ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തവണ സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോകാനാണ് സാധ്യത. ഡൽഹിക്കായി നേരത്തെ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ. രാജസ്ഥാന് വിലക്ക് ലഭിച്ചിരുന്ന സമയത്ത് ഡൽഹിക്കായി കളിച്ച സഞ്ജു സെഞ്ചുറി അടക്കം നേടിയിരുന്നു. ഋഷഭ് പന്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയേക്കുമെന്നും പുറത്തുവരുന്ന മറ്റൊരു വിവരമാണ്. അതുകൊണ്ട് തന്നെ ഋഷഭിന് പകരം സഞ്ജു ഡൽഹിയിലേക്ക് കൂടുമാറിയേക്കുമെന്നും വിവരങ്ങളുണ്ട്. സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന ടീം മാനേജ്മെന്റ് കൂടിയാണ് ഡൽഹിയുടേത്. അതുകൊണ്ട് തന്നെ കൂടുമാറാൻ സഞ്ജുവിനും താല്പര്യം ഉണ്ടായേക്കാം. എന്തായാലും സഞ്ജുവിന്റെ ഭാവി എന്താകുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. സഞ്ജു ടീം മാറുമോ അതോ ഇതിൽ തന്നെ തുടരുമോ? രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ മാറുമോ? ഇതെല്ലാം തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം.